അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന കൊച്ചിയില് കേരളത്തിന്റെ തനതായ വിഭവങ്ങളും മറുനാടൻ വിഭവങ്ങളും സുലഭമായി ലഭിക്കുമ്പോൾ ആന്ധ്രയുടെ ഒതന്റിക് വിഭവങ്ങളുമായി ഒരു റെസ്റ്റോറന്റ് ആന്ധ്രാക്കാരത്തിന്റെ ഓണർ ഉപേന്ദർ സാർ ഇന്ന് നമ്മളോടൊപ്പമുണ്ട്. നമസ്കാരം സാർ. നമസ്കാരം. കേരളത്തില് തനതായ മറുനാടൻ വിഭവങ്ങളും കേരളത്തിന്റെ തനതായ വിഭവങ്ങളും ഒക്കെ ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലമാണ് കൊച്ചി. ഇങ്ങനെ ഒരു സ്ഥലത്ത് ആന്ധ്ര വിഭവങ്ങൾ മാത്രം വിളമ്പുന്ന ഒരു റെസ്റ്റോറന്റ് തുടങ്ങാൻ എങ്ങനെയാണ് ഈ ആശയം വന്നത്? അതിനുള്ള ധൈര്യം എങ്ങനെ വന്നു? അത് തുടങ്ങുന്ന മുമ്പ് ഞാൻ ആദ്യം എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയാം. എൻ്റെ മദർ തെലുഗു ആണ്, എൻ്റെ ഫാദർ ഒരു മലയാളിയാണ്. അപ്പൊ ഈ ഒരു ബേസ് തന്നെയാണ് എൻ്റെ ഒരു തെലുഗു കൾച്ചറും തെലുഗു ഫുഡും അറിഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു നോളജ്. കുഞ്ഞുകാലം തൊട്ട് എനിക്ക് കുക്കിങ്ങിന്റെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ആ ഒരു ഇൻട്രസ്റ്റ് എനിക്കത് കൂടി എൻ്റെ ഒരു ഡിസിഷൻ ഞാൻ വെരി ക്ലിയർ ആയിരുന്നു. എൻ്റെ ഒരു ജനറേഷനിലെ എഞ്ചിനീയറും മെഡിക്കലും ഉള്ള സമയത്ത് ഞാൻ വന്നിട്ട് എപ്പോഴും ഒരു ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അങ്ങനെ ഞാൻ പല 5 സ്റ്റാർ ഹോട്ടൽസിൽ വർക്ക് ചെയ്തു. താജ് കോറമണ്ടൽ ചെന്നൈ, താജ് ബോംബെ, ആനന്ദാന്തി ഹിമാലയസ്, ഋഷികേശിലെ ഒരു സ്പാ റിസോർട്ടില്, പിന്നെ ബാംഗ്ലൂർ എയർപോർട്ടിലെ ഒരു HMS ഹോസ്റ്റ് എന്ന് പറഞ്ഞ ഒരു 7-8 വർഷം അവിടെ വർക്ക് ചെയ്തു. ലുലു ഗ്രൂപ്പിലെ ഒരു റീറ്റെയിൽ കമ്പനിയിൽ ഒരു 6-7 ഇയേഴ്സോളം വർക്ക് ചെയ്തു. ഞാൻ ഈ കൊച്ചിയിലേക്ക് വന്നത് ഒരു 12 ഇയേഴ്സ് ബിഫോർ ആണ്. ആ സമയത്താണ് ഞാൻ ശരിക്കും ഒരു പ്രോപ്പർ ആന്ധ്ര ഫുഡ്, ഒരു ട്രഡീഷണൽ ആന്ധ്ര ഫുഡ് മിസ് ചെയ്യുന്നത് ഞാൻ തുടങ്ങിയിട്ട്. ഈ ഒരു തോട്ട് എനിക്ക് വന്ന സമയത്ത് ഞാൻ എൻ്റെ പേരൻസായിട്ട് ഡിസ്കസ് ചെയ്തു. അവരുടെ ഒരു സമ്മതത്തോടെ ഞാൻ എൻ്റെ കുറച്ച് ക്ലോസ് ഫ്രണ്ട്സായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഒരു ആന്ധ്ര ഫുഡ് തന്നെ വെക്കാന്ന് വിചാരിച്ചത്. ഇത്രയും വലിയ വലിയ സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്തു, അത്രയും എക്സ്പോഷർ കിട്ടി. അങ്ങനെ ഒരാള് ജോലി വേണ്ടെന്ന് വെച്ചിട്ട് റിസ്ക് എടുത്ത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതി വരുമ്പോഴത്തേക്കും അതിന് ഏറ്റെടുക്കേണ്ടി വന്ന വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു? ഒരു ആന്ത്രപ്രണർഷിപ്പ് എന്ന് പറയുമ്പോൾ അതില് റിസ്ക് ഭയങ്കര കൂടുതലാണ്. നമ്മളെല്ലാം ജോലിയും എടുക്കാൻ നമ്മൾ തയ്യാറെടുക്കണം. നമ്മളൊരു ഡിപ്പാർട്ട്മെന്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന മാതിരി ആയിരിക്കില്ല നമ്മൾ സ്വന്തമായിട്ടൊരു സ്ഥാപനം എടുക്കുമ്പോൾ. സ്റ്റാർട്ടിങ് ഫ്രം ബേസിക് വർക്ക് ടു ഒരു ഹൈ ലെവലിലെ വർക്ക് വരയ്ക്കും നമുക്ക് ഹാൻഡ്സ് ഓൺ എന്ന് പറയണം. അതായത് നമുക്ക് സർവീസ് ചെയ്യാൻ ആളില്ലെങ്കിൽ നമ്മൾ പ്ലേറ്റ് എടുക്കാൻ പോലും നമ്മൾ മടിക്കാൻ പാടില്ല. അത്രയ്ക്കും ഓപ്പൺനെസ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ സ്പെഷ്യലി ഇങ്ങനത്തെ ഒരു ഇൻഡസ്ട്രിയിൽ നമുക്ക് വന്നു ചേരാൻ പറ്റുള്ളൂ. സൗത്ത് ഇന്ത്യൻ ബിസിനസ് കോമൺ ആയിട്ട് പറയുമ്പോൾ അതിന് ആന്ധ്ര ബിസിനസ് എങ്ങനെ വേറിട്ട് നിൽക്കുന്നു? അല്ല, സൗത്ത് ഇന്ത്യൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് നമുക്ക് കേരള, തമിഴ്നാടു, കർണാടക, ആന്ധ്ര ഇതൊക്കെ വരും. നമ്മൾ സൗത്ത് ഇന്ത്യൻ എന്ന് പറയുന്നത് ഇതര ഹോൾ സച്ചാണ്. പക്ഷെ എല്ലാ സ്ഥലത്തും സാമ്പാറുണ്ട്, രസമും ഉണ്ട്, മീൽസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് മോർ ഓർ ലെസ് സെയിം ആണ്. പക്ഷെ നമ്മൾ കുക്കിംഗ് മെത്തേഡ്സ്, സ്പൈസസും മോർ ഓർ ലെസ് സെയിം തന്നെ ആയിരിക്കും. മുളക് പൊടി ആണെങ്കിലും കൊറിയാണ്ടർ ആണെങ്കിലും ബാക്കി. പക്ഷെ ഇത് യൂസ് ചെയ്യുന്നതിന്റെ പ്രൊപ്പോർഷൻസും അത് കുക്കിങ്ങിന്റെ മെത്തേഡും കാര്യങ്ങളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ചേഞ്ച് വരുന്നത്. വെരി സിമ്പിൾ എന്ന് പറയാൻ പോയാൽ നമുക്ക് ആന്ധ്രയിൽ വന്നിട്ട് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഇന്നത്തെ കാലത്ത് ഒരു ന്യൂട്രൽ ഓയിൽ എന്ന് പറഞ്ഞാൽ സൺഫ്ലവർ വെജിറ്റബിൾ ഓയിലും, കുറച്ചുകൂടി ട്രഡീഷണൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രൗണ്ട്നട്ട് ഓയിലും. അപ്പം നമ്മൾ ഈ 2 ഓയിൽസാണ് നമ്മൾ ഇവിടെ കൂടുതൽ യൂസ് ചെയ്യുന്നത്. എല്ലാ ക്വിസീനും അതിന് ഒരു ഡിഫറൻസ് ഉണ്ട്. കേരള ക്വിസീൻ വരുമ്പോൾ നമ്മൾ കൂടുതൽ ഡോമിനൻസ് കൊടുക്കുന്നത് കോക്കനട്ട് ഓയിലിലേക്കാണ്. കേരളത്തിനുള്ളില് ആന്ധ്ര ക്വിസിൻസ് വിളമ്പുകയാണ്. അപ്പം അതിലേക്ക് കേരളത്തിലുള്ള ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്? കേരളം ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടായിട്ട് നമ്മളൊരു ഹ്യൂജ് ഡിഫറൻസ് എന്തായാലും കൊണ്ടുവന്നിട്ടില്ല. പക്ഷെ തീർച്ചയായിട്ടും നമ്മൾ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്നാമത്തത്, ആന്ധ്രയിൽ വന്നിട്ട് ഉപ്പ് കൺസംഷൻ കുറച്ച് കൂടുതലാണ്. അത് ബൈ നേച്ചർ അവരുടെ ഒരു ഈറ്റിംഗ് ഹാബിറ്റ് അങ്ങനെയാണ്. ആ ഒരു സംഭവം നമ്മൾ കുറച്ചു എന്താ വെച്ചാൽ, ഞാനൊരു ഹാഫ് തെലുഗു ആണ്, ഹാഫ് മലയാളി. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഈ ഒരു ബാലൻസ് ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ടായിരുന്നു. ആ ഒരു എക്സസ് സോൾട്ടിനെസ് നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ കുറയ്ക്കാറുണ്ടായിരുന്നു. നമ്മൾ ആന്ധ്രയിൽ തന്നെയാണ് നമ്മളുടെ കുക്സിനൊക്കെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം അവർക്ക് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളത് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇവിടുത്തെ കേരള ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് നമുക്ക് കുറച്ച് പുളിയും കുറച്ച് ഉപ്പും കുറയ്ക്കണമെന്ന്. പക്ഷെ തീർച്ചയായിട്ടും നമുക്ക് ചില ഗ്രൂപ്പ്സ് വരും, ആന്ധ്ര ഗ്രൂപ്പ്സ് വരും. അവർ വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വേണമെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് അവരുടെ ഒരു ആന്ധ്ര സ്റ്റൈലിൽ തന്നെ നമ്മൾ കുക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. ഹാഫ് മലയാളി ഹാഫ് തെലുഗു എന്ന് പറഞ്ഞല്ലോ, എന്താണെന്ന് കൃത്യമായിട്ടൊന്ന് വിശദീകരിക്കാമോ? എൻ്റെ ഫാദർ വന്നിട്ട്
മലയാളം ഫിലിം ഡയറക്ടർ മോഹനാണ്. എൻ്റെ മദർ വന്നിട്ട് ഒരു ക്ലാസിക്കൽ കുച്ചിപ്പുടി ഗുരുവാണ്, അനുപമ മോഹൻ. ഞങ്ങൾ വളർന്നതൊക്കെ ആദ്യം മദ്രാസിലായിരുന്നു എൻ്റെ +2 വരയ്ക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പഠിപ്പായിട്ട് മൂവ് ചെയ്തു. എൻ്റെ പേരൻസ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു ബാക്ക് ബോണും എൻ്റെ ഒരു മെൻറ്ററും എൻ്റെ ഒരു ഗുരുവും എൻ്റെ ഒരു ടേസ്റ്റ് മോണിറ്റർ ചെയ്യാനൊക്കെ വന്നിട്ട് ഞാൻ എൻ്റെ മദറിനെ തന്നെയാണ് ഞാൻ എൻ്റെ ഗൈഡായിട്ട് യൂസ് ചെയ്തത്. മുഖം, ശാലിനി എന്റെ കൂട്ടുകാരി, ഇസബെല്ല, ഇങ്ങനെ ഒരുപാട് പ്രശസ്തമായ സിനിമകള് സംവിധാനം ചെയ്ത മോഹൻ സാറിന്റെ ഭാര്യയും മകനുമാണ് മുന്നിലിരിക്കുന്നത്. അതുപോലെ തന്നെ കുച്ചിപ്പിടിയില് പ്രശസ്തി ആർജിച്ച നർത്തകിയായ അനുപമ മോഹൻ. നമസ്കാരം. നമസ്കാരം. കുറച്ച് കുടുംബകാര്യങ്ങളിലേക്ക് വരാം. മോഹൻ സാറിനെ എങ്ങനെയാണ് പരിചയപ്പെടുന്നത്? 2 പെൺകുട്ടികൾ എന്ന സിനിമയിൽ നായികയായിരുന്നു എന്ന് എനിക്കറിയാം. അതുവഴിയാണ് ആ സിനിമയിലൂടെ വന്നു? അങ്ങനെ തന്നെയാണ്. പക്ഷെ എന്നെ നേരിട്ട് പരിചയപ്പെടുന്നതോ ഇത് എന്റെ ഒരു പെർഫോമൻസ് കണ്ടിട്ടാണ്. അവർക്കൊരു പുതിയ ഒരു ഹീറോയിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവർ സെർച്ച് ചെയ്തുകൊണ്ടിരുന്ന സമയം എന്റെ ഒരു കുച്ചിപ്പുടി ഡാൻസ് പെർഫോമൻസ് കണ്ടിട്ടാണ് അവർ എന്നെ സെലക്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് ആ 2 പെൺകുട്ടികളുടെ ഡാൻസായിട്ട് ഒരു ബന്ധമില്ലാത്ത പടമാണ്. പക്ഷെ അവര് എനിക്കറിയില്ല, അങ്ങനെയാണ് എന്നെ സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾ എപ്പോഴാണ് അപ്പൊ കേരളത്തിലോട്ട് വരുന്നത്? കേരളത്തിലേക്ക് വരുന്നത് 25 ഇയേഴ്സ് മുൻപ്. അപ്പൊ പക്ഷെ നമ്മള് ചെന്നൈയിലാണെങ്കിലും അച്ഛൻ വളരെ നിർബന്ധമായിരുന്നു, കുട്ടികൾ മലയാളം തന്നെ പറയണം എന്നുള്ളത് വളരെ നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പൊ വീട്ടില് മലയാളം തന്നെ പറയണം. അപ്പോ എനിക്കായിരുന്നു തെലുഗുവിൽ പെട്ടെന്ന് ഒരു മലയാളത്തിലേക്ക് മാറുമ്പോ ഉണ്ടായിരുന്ന ഒരു വിഷമം. പക്ഷെ അത് വളരെ ഈസി ആയിട്ട് തന്നെ എനിക്ക് പഠിക്കാൻ പറ്റി എന്നുള്ളതാണ്. എന്നാൽ തെലുഗും മലയാളം വളരെ അടുത്തടുത്തായിട്ടാണ് എനിക്ക് പഠിച്ചു വന്നപ്പോ വളരെ അടുത്ത ഒരു ബന്ധമുള്ള പോലെയാണ് ലാംഗ്വേജസ്. കൂടുതൽ മലയാളം സാൻസ്ക്രിറ്റും തെലുഗുവിന് സാൻസ്ക്രിറ്റും ഉള്ള കാരണം വളരെ അടുത്ത ഒരു ബന്ധമായിട്ടാണ് എനിക്ക് തോന്നിയത്. വളരെ എളുപ്പം പഠിക്കാൻ പറ്റി. മക്കളും അതുപോലെ തന്നെ വീട്ടിൽ മലയാളം തന്നെ സംസാരിക്കണം എന്നുള്ള വളരെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. സിനിമാ മേഖലയിൽ അതിപ്രശസ്തനായ അച്ഛന്റെ മകൻ, നർത്തന കലയില് പ്രശസ്തി ആർജിച്ച അമ്മയുടെ മകൻ, മറ്റൊരു ഫീൽഡിലേക്ക്, അതായത് പാചക കലയിലേക്ക് തിരിയുമ്പോൾ അതിന് അത്രയും പോസിറ്റീവായിട്ട് സപ്പോർട്ട് കൊടുക്കാനായിട്ടുണ്ടായ പ്രചോദനം എന്താണ്? ഇതിന്റെ ബാക്കില് ശരിക്കും പറയണമെങ്കിൽ മുത്തച്ഛൻ, ഹസ്ബൻഡിന്റെ അച്ഛൻ, ഇരിഞ്ഞാലക്കുട നായർ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് കൊല്ലങ്ങളോളം അവിടെ ഇരിഞ്ഞാലക്കുട കുറെ അവിടുത്തെ ക്രൈസ്റ്റ് കോളേജില് ക്യാൻറ്റീനും പിന്നെ ബസ് സ്റ്റാൻഡില് ഹോട്ടലും ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന ഒരു വലിയ ബിസിനസ് മാനാണ്. അപ്പോ അവനങ്ങനെ ആ ലൈനിലേക്ക് അങ്ങനെ ടേസ്റ്റ് മാറി പോകുന്ന സമയത്ത് ഹസ്ബൻഡ് സിസ്റ്റേഴ്സ് ഒക്കെ അങ്ങനെ ചിലപ്പോൾ കളിയാക്കാറുണ്ട്, മുത്തച്ഛന്റെ ഒരു ഇതാണ് നിനക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ആ ലൈനിലേക്ക് അങ്ങോട്ട് തിരിഞ്ഞു. പിന്നെ മാത്രമല്ല, അവരുടെ ഒരു ടേസ്റ്റിനെ നമ്മൾ വിട്ടുകൊടുത്തതാണ്. അവർക്ക് എന്താണ് ഇഷ്ടമെന്ന് വെച്ചാൽ അതിലേക്ക് അങ്ങ് പോട്ടെ എന്നുള്ള ഒരു ഇതിലായിരുന്നു അച്ഛൻ. പക്ഷെ എന്താണെങ്കിലും ഒരു ഡിഗ്രി കഴിഞ്ഞിട്ട് മതി അവരവരുടെ ഇഷ്ടത്തിലേക്ക് മാറാൻ വേണ്ടിയിട്ട്. അങ്ങനെയായിരുന്നു നമ്മൾ എൻകറേജ് ചെയ്തതും അവർക്ക് ഇഷ്ടമുള്ള ഒരു ഇതിലേക്ക് മാറിയത്. ഇപ്പൊ ഈ റെസ്റ്റോറന്റ് തുടങ്ങിയപ്പോ കൂടുതൽ സപ്പോർട്ട് ചെയ്തത് അമ്മയാണെന്ന് ഉപേന്ദ്ര സാർ പറഞ്ഞു. അപ്പം അങ്ങനെ സപ്പോർട്ട് കൊടുക്കാൻ മാത്രം പാചകകലയോട് അത്ര ഒരു ഇഷ്ടം ഉണ്ടായിരിക്കണമല്ലോ, അതിനെ കുറിച്ചൊന്ന് പറയാമോ? ഇയാൾക്കാണോ എനിക്കാണോ? അമ്മയ്ക്ക്. എനിക്ക് പാചകകലയോട് ഇഷ്ടം അതും ഇതുപോലെ തന്നെ ഹസ്ബൻഡ് വളരെ ചിട്ടയോടുള്ള ഒരു ഭക്ഷണ രീതി, ഭയങ്കര ടേസ്റ്റ് നോക്കുന്ന ആള്. വീട്ടിൽ ഒരിക്കലും കുക്ക് പാടില്ല, അത് ഞാൻ തന്നെ ചെയ്യണം എന്നുള്ള ഒരു ചായ ആണെങ്കിലും ഞാൻ തന്നെ ഉണ്ടാക്കണം എന്നുള്ള വളരെ നിർബന്ധം വീട്ടിലുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ കുക്കിംഗ് കല്യാണം കഴിഞ്ഞ ശേഷമാണ് ഞാൻ ചായ പോലും ഉണ്ടാക്കാൻ പഠിച്ചത്. അങ്ങനെ കുക്കിങ്ങിൽ ഇപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുക്ക് ചെയ്യാന്നുള്ളത്.
ഇവർക്ക് ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കാനും കുട്ടികൾക്ക് വേണ്ടിയിട്ടും. പിന്നെ എൻ്റെ സ്റ്റുഡൻസ് വരുമ്പോൾ അവർ നേരത്തെ ചോദിക്കും, മാം ഇന്ന് ഞങ്ങൾക്ക് നെല്ലൂർ ഫിഷ് കറി വേണം, മാമിന്റെ സാമ്പാർ വേണം എന്ന് പറഞ്ഞിട്ട് അവർ കുട്ടികൾ ഇങ്ങനെ ചോദിക്കും. അവർ ചോദിക്കുമ്പോൾ എനിക്കത് ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ കുക്കിങ്ങിനോട് എനിക്ക് ഒട്ടും വെറുപ്പില്ല. എത്ര കുക്കിംഗ് ആണെങ്കിലും ഇപ്പൊ ഞങ്ങൾ ചെന്നൈയിൽ താമസിക്കുമ്പോൾ ഒരു ഓണം, ഒരു വിഷു ഒക്കെ വരാണെങ്കിൽ ഞങ്ങൾ അയ്യപ്പന്റെ ടെമ്പിളിന്റെ അടുത്തായിട്ടാണ് താമസിക്കുക. അപ്പൊ ഞാൻ കാലത്തെ ആദ്യം പായസം ഉണ്ടാക്കുന്നത് വീട്ടിൽ. അമ്പലത്തിലേക്ക് പോകുന്നവർ തിരിച്ചു പോകുമ്പോൾ എല്ലാവരും ഒന്ന് ഡയറക്ടർ മോഹൻ ഒന്ന് കണ്ടിട്ട് പോവാന്ന് പറഞ്ഞിട്ട് കയറുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു അവിടെ. പിന്നെ മാത്രമല്ല അല്ലാത്ത അതായത് ഹിന്ദുസ് അല്ലാത്ത ഫ്രണ്ട്സ് ലൈക്ക് മുസ്ലിംസ്, ക്രിസ്ത്യൻസ്, സിനിമ ഫീൽഡിൽ ഇവരുടെ കൂടെ വർക്ക് ചെയ്യുന്നവർ ഒക്കെ അന്നത്തെ ദിവസം നമ്മുടെ വീട്ടിലേക്ക് ലഞ്ചിനൊക്കെ ഇങ്ങനെ വിളിക്കും. അന്നും ഞാൻ ഒറ്റയ്ക്കാണ് വർക്ക് ചെയ്യുക. ഒറ്റയ്ക്ക് തന്നെ ഞാൻ എല്ലാം കുക്ക് ചെയ്തിട്ട് എല്ലാവർക്കും ഇത് ചെയ്യാറുണ്ട്. അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകളൊന്ന് പങ്കുവെക്കാമോ? കുഞ്ഞുകാലത്തൊട്ടെന്ന് പറഞ്ഞ അച്ഛൻ ഞങ്ങൾക്ക് ഒരു ഭയങ്കര ഒരു സ്ട്രിക്റ്റ് റോൾ മോഡൽ ആയിരുന്നു. ഞങ്ങളുടെ ജീവിതം ഭയങ്കര ഒരു ഒരു റൂൾ ബുക്ക് മാതിരിയായിരുന്നു. കുറേ കാലം വരയ്ക്കും. അതായത് നമ്മൾ സ്വന്തമായിട്ട് ഒരു ഡിസിഷൻ എടുക്കാനെന്ന് പറയുമ്പോൾ അത് ഓൾമോസ്റ്റ് ഒരു കോളേജ് ജീവിതമൊക്കെ എത്തി. അത്രയും ദിവസം ഞങ്ങൾക്കൊരു റൂൾ ബുക്ക് മാതിരിയായിരുന്നു. പിന്നെ എൻ്റെ ഒരു ജോലിയൊക്കെ ആകുമ്പോഴേക്കും അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് നമ്മളിനെ ബാക്കി കാര്യങ്ങൾ ആലോചിക്കാനും ഡിസിഷൻ എടുക്കാനുള്ള ഒരു സപ്പോർട്ടും കിട്ടിയതും ടോട്ടലി ഭയങ്കര ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അച്ഛൻ വയ്യാതെ കിടക്കുന്നത് വരയ്ക്കും ഞങ്ങൾക്ക് ആ ഒരു ഈക്വൽ റെസ്പെക്റ്റും കാര്യങ്ങളും ആ ഒരു പേടി എപ്പോഴും ഉണ്ടായിരുന്നു ആ ഒരു പേഴ്സണായിട്ട്. ഒരു മകനും കൂടെ ഉണ്ട് അല്ലേ? അതെ, ബ്രദറിന്റെ പേര് പുരന്ദറാണ്. അങ്ങേര് മദ്രാസിലെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻസ് ആണ്. മാരീഡ് ആണ്. വൈഫ് ആൻഡ് സൺ ചെന്നൈയിൽ തന്നെയാണ് സെറ്റിൽഡ്. കല്യാണം വരെ അധികം കുക്ക് ചെയ്തിട്ടില്ലാത്ത ഒരാളാണ്. പക്ഷെ പിന്നീട് കുക്കിങ്ങിനോട് പാഷൻ വന്നു, കുക്ക് ചെയ്യാൻ തുടങ്ങി, മകനെ കുക്കിങ്ങിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായി. അങ്ങനെ വരുമ്പം ഇപ്പൊ ഈ റെസ്റ്റോറന്റ് തുടങ്ങി. ഇപ്പൊ ഈ റെസ്റ്റോറന്റിലേക്ക് എന്തെങ്കിലും സംഭാവന അമ്മയുടേതായ കൊടുക്കാൻ പറ്റിയോ? ഡെഫിനറ്റ്ലി. ഞാൻ മിക്കവാറും ഫസ്റ്റ് തുടങ്ങിയ സമയത്ത് ഓൾമോസ്റ്റ് എവറി ഡേ ഞാൻ വന്നിട്ട് ഒന്ന് ചെക്ക് ചെയ്തിട്ട് സജഷൻസ് ഒക്കെ കൊടുക്കാറുണ്ട്. ചിലപ്പോൾ ഞാൻ കുക്ക് ചെയ്യാറുണ്ട് ഇവിടെ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ക ഒരു ആന്ധ്ര ഫുഡ് തന്നെ വേണമെന്നുള്ള വളരെ നിർബന്ധമുണ്ട്. അതും നെല്ലൂർ, ബേസിക് നെല്ലൂരിൻ്റെ ഒരു സ്റ്റൈൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ആ ടേസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അത് 100% ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ കേരളത്തിൽ ഇവൻ പറഞ്ഞോന്ന് എനിക്കറിയില്ല, പലരും നെല്ലൂർ ബിരിയാണി അല്ലെങ്കിൽ നെല്ലൂർ ചിക്കൻ കറി അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ അത് ഫോളോ അപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ പല ഡിഷസും നമ്മൾ തന്നെയാണ് ആദ്യമായിട്ട് കൊച്ചിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നോർമലി ആന്ധ്ര ഫുഡ് എന്ന് പറഞ്ഞാൽ സാധാരണ ആൾക്കാർക്ക് അറിയുന്നത് ഒരു ഭോജനം, അതായത് ഒരു മീൽസ്, നമ്മുടെ സദ്യ എന്ന് പറയുന്ന മാതിരി, പിന്നെ 1-2 ഐറ്റമോ ആയിരുന്നു. പക്ഷെ ഒരു ഫുൾ ആന്ധ്ര ക്വിസീൻ എന്ന് പറയുന്നത് നമ്മളായിരുന്നു. അങ്ങനെ കുറേ പുതിയ സാധനങ്ങൾ, ഐറ്റംസ് നമ്മൾ ഇവിടെ ലോഞ്ച് ചെയ്തു. അതിൽ ഒന്നാണ് നമ്മളുടെ നെല്ലൂർ പുലാവ് എന്ന് പറയുന്നത്, നെല്ലൂർ ബിരിയാണി. അത് കുറച്ച് സ്പൈസിയാണ്, ഒരു പുലാവ് സ്റ്റൈലാണ്. ഞങ്ങൾ നെല്ലൂരിൽ നിന്നാണ്. അത് ഞങ്ങളുടെ വീട്ടിലത്തെ ഒരു റെസിപ്പിയാണ്. അല്ലാതെ ജനറലി ഇത് നെല്ലൂരിൽ കിട്ടുന്ന ഒരു ബിരിയാണി മാർക്കറ്റിൽ കിട്ടും. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഉണ്ടാക്കി കഴിച്ച ഒരു ബിരിയാണിയാണ്. ആ ഒരു ബിരിയാണിയാണ് ഞങ്ങൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇന്നത് വേറെ പോപ്പുലർ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ അതും അവർ വന്നിട്ട് ചെയ്യുന്നുണ്ട്. നല്ലതാണ്, തീർച്ചയായിട്ടും ഈ ക്വിസീന് സ്പ്രെഡ് ആവണം, നല്ലതാണ്. പക്ഷെ അറ്റ്ലീസ്റ്റ് അവർക്ക് ആ ഒരു പ്രോപ്പർ റെസിപ്പി എങ്കിലും ഫോളോ ചെയ്താൽ നല്ലതായിരുന്നു. നോട്ട് ഈവൻ അവർ പ്രൊനൗൺസ് ചെയ്യുന്ന ഇപ്പൊ ഗുണ്ടൂർ എന്ന് പറയുന്നത് അത് ഗുണ്ടൂറാണോ ഗൂഡൂറാണോ എന്ന് പോലും ആ സ്ഥലങ്ങളുടെ പേര് പോലും അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവാണ്ടാണ് അവർ അത് പ്രസന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് എവിടെ നിന്നാണ് എന്നുള്ളത് കറക്റ്റായിട്ടുള്ള ഒരു പറഞ്ഞിട്ട് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചും കൂടി നല്ലതായിരിക്കും എന്നാണ് നമ്മുടെ ഒരു ഇത്. ആന്ധ്രയുടെ തനതായ വിഭവങ്ങളാണ് ഇവിടെ വിളമ്പുന്നതെന്ന് പറഞ്ഞു. അപ്പം അതിന്റെ കൂടെ എന്തെങ്കിലും സ്വന്തമായ ഒരു
ഡിഷ് ഉണ്ടാക്കി എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്? ഇപ്പൊ ഞങ്ങള് റീസെന്റ് ഒരു ഡിഷ് ലോഞ്ച് ചെയ്തിരുന്നു. അതും നായിഡു ഗാരു കുക്കർ പുലാവ് എന്ന് പറയും. ജസ്റ്റ് ലോഞ്ച് ചെയ്തിട്ട് ഒരു മാസം കാണി ആയിട്ടുണ്ടാവുള്ളൂ. അത് ഞങ്ങളുടെ ഒരു ഓൺ ക്രിയേറ്റിവിറ്റിയാണ്. അത് അങ്ങനെ പ്രത്യേകിച്ച് ആന്ധ്രയിൽ നിന്നോ അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ നിന്നോ അതിനങ്ങനെ ഒരു ഹിസ്റ്ററി ഒന്നുമില്ല. ഞങ്ങളുടെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കുന്ന ഇതാണ് അത് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്റ്റൈലാണ്. അത് നമ്മൾ റെസ്റ്റോറന്റിലേക്ക് കൊണ്ടുവന്നിട്ട് സ്മോൾ ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ്. ഞാനിവിടെ ആദ്യമായിട്ട് കഴിക്കാൻ വരുമ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് കുക്കർ പുലാവ് എന്ന് പറഞ്ഞൊരു ഡിഷാണ്. ഞാനത് ഇതുവരെയായിട്ട് എവിടുന്ന് കഴിച്ചിട്ടില്ല. അപ്പൊ അത് നിങ്ങളുടെ ഒതന്റിക് ആയിട്ട് നിങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഐറ്റം ആണോ? അത് ഒത്തന്റിക് എന്നല്ല, അത് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഡിഷായിരുന്നു. നമ്മളുടെ വീട്ടില് നമ്മള് ഒരു ഫാമിലിയിൽ 4 members 5 members വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ചെറിയ ബിരിയാണി എന്ന് പറയാം. അത് ബിരിയാണി അല്ല, അത് പുലാവാണ്. നമ്മൾ പുലാവ് തന്നെയാണ് നമ്മളത് പ്രൊമോട്ടും ചെയ്യുന്നത്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് നമ്മൾ ഇവിടുത്തെ കസ്റ്റമേഴ്സിന് നമ്മൾ എത്തിക്കാന്ന് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ആ ഒരു ഡിഷ് ഇവിടെ നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അത് പല ആൾക്കാരും നോട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, ഇഷ്ടപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. നേരിട്ട് നമ്മൾ കുക്കറിൽ ഓർഡർ കിട്ടി കഴിഞ്ഞിട്ടേ നമ്മൾ ഇത് പ്രിപ്പറേഷൻ കൊടുത്ത് നമ്മൾ തുടങ്ങുള്ളൂ. ടേബിളിലേക്ക് നേരിട്ട് നമ്മൾ ആ വിസിലോട് തന്നെയാണ് നമ്മൾ ഒരു സിസിലറിന്റെ ഒരു ഫീൽ എന്ന് പറയാം നമ്മൾക്ക്. അച്ഛന്റെ പാത പിന്തുടർന്ന് സിനിമയിലേക്ക് പോകാനായിട്ട് നിങ്ങൾ 2 മക്കളും ശ്രമിച്ചില്ലേ? ഇല്ല, അത് ഇവർക്ക് കുട്ടിക്കാലത്ത് അതുണ്ടായിരുന്നു. ഇവന് അഭിനയത്തില് ഒരു താല്പര്യം ഉണ്ടായിരുന്നു, മൂത്താൾക്ക് ഡയറക്ഷനിൽ താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ അച്ഛൻ അത് രണ്ടും നിങ്ങളുടെ പഠിത്തം കഴിഞ്ഞിട്ട് മതി എന്ന്, പഠിത്തം കഴിഞ്ഞിട്ട് അവർ ഡിഗ്രീസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് വരുമ്പോഴേക്ക് അവരുടെ ടേസ്റ്റുകൾ മാറി. ആ സമയമാകുമ്പോഴേക്കും ചെറുപ്പത്തില് കിച്ചണിലൊക്കെ കയറി കുക്ക് ചെയ്യുന്ന ആളാന്ന് പറഞ്ഞല്ലോ. അതെ. ആ സമയത്ത് കാണിച്ച ചെറിയ കുസൃതികൾ എന്തെങ്കിലും ഓർമ്മ? അയ്യോ, കുസൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആൺകുട്ടികളല്ലേ, ഭയങ്കര അടിയാണ് 2 ആളും. അപ്പോൾ ഇവര് ഞാൻ എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആണ് ഹാളില് കർട്ടൻസ് ഒക്കെ ഇങ്ങനെ കത്തിപ്പോകുന്ന. ഇവര് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നറിയില്ല, തീപ്പേറ്റ് കൊണ്ടുപോയിട്ട് സുഖമായിട്ട് അവിടെ കർട്ടൻ കത്തിക്കും. ഈ വലിയ വലിയ കർട്ടൻസ് ആയ കാരണം ഇങ്ങനെ കത്തിങ്ങ പോവും. അതുപോലെ കുറേ കാര്യങ്ങൾ നമ്മൾ തുണി തോറിടുന്ന ഇതൊക്കെ ഉണ്ടാവുമല്ലോ, അത് ഫൈഡർമാന് വായില വെച്ചിട്ട് കടിച്ചു പിടിച്ചിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 2 പ്രാവശ്യം പോയി വരുമ്പോഴേക്ക് 2 പല്ല് ഇവന്റെ കുറെ കൊല്ലങ്ങൾ പല്ലില്ലാണ്ടിരുന്നു. അപ്പൊ അങ്ങനെ കുറേ അങ്ങനത്തെ കണക്കില്ല. ഇപ്പൊ ഈ റെസ്റ്റോറന്റ് ആംബിയൻസ് നോക്കുകയാണെങ്കിൽ പഴയകാല തെലുഗു ഒരു ലുക്ക് നടന്മാരുടെ ഒക്കെ ഫോട്ടോസ് വെച്ച്. അതെ അതെ. എന്താണ് അങ്ങനെ ഒരു അറേഞ്ച്മെന്റ്സിന് ഉള്ള ആശയം എങ്ങനെയാണ് വന്നത്? അത് നമ്മുടെ തെലുഗു പഴയ ഈ മാഞ്ഞു പോകുന്ന നടീനടന്മാരാണല്ലോ ഇവരൊക്കെ. ഓൾമോസ്റ്റ് എക്സെപ്റ്റ് ഹേമമാലിനി, ബി സരോജ, വൈജയന്തിമാല, ഇവരൊക്കെ മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ. ബാക്കി ഓൾമോസ്റ്റ് എല്ലാവരും മരിച്ചവരാണ്. അപ്പോൾ അവരെ ഒന്നും മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ ഇവിടെ ഒരു തെലുഗു റെസ്റ്റോറൻ്റ് ആയ കാരണം കൂടുതൽ തെലുഗു ആൾക്കാരും കൂടി വരുമല്ലോ. അപ്പൊ അവർക്ക് ഇങ്ങനെ ഒരു കാണുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. ഈ പിക്ചേഴ്സ് ഒക്കെ കണ്ടപ്പം എനിക്ക് ഒരാളുടെ പിക്ചർ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നി. അതായത് ആന്ധ്രാപ്രദേശിൽ ജനിച്ച് കേരളത്തിൽ വന്ന് ഞങ്ങൾ മലയാളികളുടെ പ്രിയങ്കരിയായി മാറിയ ശാരദാമ്മ. ശരിയാണ്, അത് നമുക്കൊരു മിസ്സിങ് തന്നെയാണ്. നല്ല ഒരു ആലോചനയാണ് തന്നതിന് താങ്ക്സ്. അപ്പോൾ ഞങ്ങൾ ഉടനെ തന്നെ അത് നമ്മളിവിടെ വെക്കുന്നതായിരിക്കും. ശരിയാണ്, ശാരദാമ്മയായിട്ട് എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ക്ലോസ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. എപ്പോഴും ഇവർ പറയാറുണ്ട്, ഇവർ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ശാരദാമ്മ ഷൂട്ടിങ്ങിനൊക്കെ വരുമ്പോൾ അവർ സാമ്പാർ ഉണ്ടാക്കുന്നതും അവിടെ നിന്ന് അതായത് റോട്ടി ചട്നി എന്നൊക്കെ പറയും, അപ്പം ഉണ്ടാക്കി കഴിക്കുന്നത്. അപ്പം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവർ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ ഇവരുടെ ഒപ്പം ഒരു കുക്ക് ട്രാവൽ ചെയ്യാറുണ്ടെന്ന്, അങ്ങനെയാണ് ഹസ്ബൻഡ് പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ കല്യാണം കഴിഞ്ഞ ശേഷം ഞാൻ മലയാളം പറയുന്നത് ശാരദാമ്മ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടിട്ട് എനിക്ക് കുട്ടീനെ കാണുമ്പോൾ കുശുമ്പ് തോന്നുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്
ഞാനുണ്ട് ആ നിമിഷം. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് അതൊരു സന്തോഷമാണ്. പിന്നെ വേറെ ഒരു ഇത് പറയണമെങ്കിൽ എൻ്റെ ചേട്ടത്തിയമ്മയുടെ ചേച്ചിയും ശാരദാമ്മയും ഒരുമിച്ച് തെനാലിയിൽ പഠിച്ചവരാണ്. അടുത്തടുത്ത വീടുകളിലൊക്കെ ആയിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ ശാരദാമ്മയുടെ ഒരു ഫോട്ടോ ഇവിടെ അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് photo അത് ഞാൻ ശരിയാണ്. കൊണ്ടുവന്നിട്ടുണ്ടോ? ഓ വളരെ സന്തോഷം. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ഗിഫ്റ്റായിട്ട് ഞങ്ങൾ സ്വീകരിക്കുന്നു അത്. താങ്ക് യു സോ മച്ച്. ഞാൻ ഇവരുടെ മദ്രാസിലെ ഞാൻ കുഞ്ഞുകാലത്ത് ഞങ്ങളൊക്കെ ഒരേ ഏരിയയിലാണ് ഒരേ താമസിച്ചത്, area. മഹാലിംഗപുരം. ഞങ്ങള് ലേഡി മാധവൻ റോഡും ഇവർ താമസിച്ചത് 2-3 സ്ട്രീറ്റ്, സരസ്വതി സ്ട്രീറ്റ് എന്നാണ് തോന്നുന്നുണ്ട് എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ. എനിക്ക് അവരുടെ വീട് നല്ല ഓർമ്മ ഉണ്ട്. അന്നത്തെ കാലത്ത് ഞങ്ങള് കുഞ്ഞുകാലത്ത് സൈക്കിളൊക്കെ ഓട്ടിച്ച് കുറെ ഇങ്ങനെ കറങ്ങി കറങ്ങി വരാറുണ്ട്. വലിയൊരു ഗേറ്റും വലിയൊരു വീടും. ഇടയ്ക്കൊക്കെ ആ ഗേറ്റ് ചെറുതായിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ എത്തി നോക്കാറുണ്ട് ആ വീട്, ഇത്രയും വലിയൊരു വീട്ടിൽ എന്താ ഉള്ളതെന്ന് പറഞ്ഞിട്ട്. എനിക്ക് അങ്ങനെ അവരുടെ ആ ഒരു എന്താ പറയാ, ഞങ്ങൾ പല ആൾക്കാരും ഈ മഹാലിംഗപുരം ഏരിയയിൽ തന്നെയാണ് ഞങ്ങള് സിനിമ people ഒക്കെ ആൾക്കാര് ജീവിച്ച് വളർന്നത്. കോടമ്പാക്കം, മഹാലിംഗപുരം, ഇതൊക്കെ എന്റെ ഓർമ്മ തീർച്ചയായിട്ടും അതാണ്. പിന്നെ സിനിമയിലെ കണ്ട ഒരു ഓർമ്മ ഞങ്ങളുടെ ഒരു നെയ്ബർ മാതിരിയായിരുന്നു. ഇനി നമുക്ക് ഈ റെസ്റ്റോറന്റിലേക്ക് വന്ന് ഈ റെസ്റ്റോറന്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡിഷസ് എന്തൊക്കെയാണെന്ന് പറയാമോ? നമ്മൾ കോമൺ ആയിട്ട് എല്ലാ ഐ മീൻ ആന്ധ്രാക്കാർക്ക് അവയിലില്ല. പിന്നെ സാമ്പാറുണ്ട്, രസമുണ്ട്, പരിപ്പ് കറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ റോട്ടി പച്ചടി എന്ന് പറയുന്നത് അപ്പം ഉണ്ടാക്കുന്ന ഒരു സംഭവം. പിന്നെ അവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ഗുത്തി വങ്കായി എന്ന് പറയും, ബ്രിഞ്ചോൾ കൊണ്ടുള്ള ബ്രിഞ്ചോളിൽ ഗുത്തി വങ്കായിൽ തന്നെ പല വെറൈറ്റീസ് ചെയ്യും. അത് ഒരു സ്പെഷ്യലാണ് ശരിക്കും പറയുകയാണെങ്കിൽ. അപ്പോൾ അത് പിന്നെ നോൺ വെജിറ്റേറിയൻ ഐറ്റംസിലേക്ക് വരാണെങ്കിൽ കുറെ ഐറ്റംസ് ഉണ്ട്. മട്ടൺ ചോപ്സ് എന്ന് പറഞ്ഞാൽ സാധാരണ കേരളത്തിൽ കിട്ടുന്നത് ചാപ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രിപ്പറേഷൻ ആണ്. പക്ഷെ നമ്മളത് ചോപ്സ് ആണ്. ചോപ്സ് എന്ന് പറയുമ്പോൾ പ്രോപ്പർ ആയിട്ട് മട്ടന്റെ റിബ്സ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ്. അതും എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഞങ്ങൾ തന്നെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. മട്ടൺ ചോപ്സ് കൊണ്ടുണ്ടാക്കുന്ന ഒരു കറിയാണെങ്കിലും. പിന്നെ പായ, മട്ടൺ പെപ്പർ പായ, അതും ഇവിടെ പല ആൾക്കാരും ആദ്യമായിട്ട് ഇവിടെ തന്നെയാണ് കഴിച്ചിട്ടുള്ളത്. നെല്ലൂർ ചാപ്പല പുളിസും അതും. ഗുത്തി വെങ്കായ എന്ന് പറയുന്ന ഒരു ഡിഷ് തീർച്ചയായിട്ടും നമ്മൾ ഈ വെജിറ്റേറിയൻ മാത്രം ചൂസ് ചെയ്ത് വരുന്ന കുറെ കസ്റ്റമേഴ്സ് ഉണ്ട്. അവർക്ക് ഞങ്ങൾ ഫസ്റ്റ് ആൻഡ് ഭയങ്കര ഗ്യാരണ്ടീഡ് ഞങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു ഡിഷാണ് ഗുത്തി വെങ്കായ എന്ന് പറയുന്നത്. പിന്നെ റാഗി സംഗട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ റാഗി കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ് അത്. അതിനും കുറെ കോമ്പിനേഷൻസ് ഉണ്ട്. നെല്ലൂർ സ്റ്റൈൽ ഫിഷ് കറി ഉണ്ട്, ഗുണ്ടൂർ ചിക്കൻ കറി ഉണ്ട്, ചിക്കൻ വട ഉണ്ട്. ചിക്കൻ വട. ഈ ടൈപ്പ് ഒക്കെ നമുക്ക് ഇവിടെ മാത്രമേ ഉള്ളൂ, ഈ റെസ്റ്റോറന്റിൽ മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾക്ക് അത് കോൺഫിഡന്റ് ആയിട്ടും പറയാൻ പറ്റും. സ്വീറ്റ്സ് നമ്മളിവിടെ കുറച്ച് ഉണ്ടാക്കാറുണ്ട്. നമ്മളുടെ ആന്ധ്ര സ്റ്റൈൽ റവ ലഡ്ഡു ഉണ്ടാക്കാറുണ്ട്, കജ്ജിക്കൈലോ എന്ന് പറഞ്ഞിട്ട് ഒരു സ്വീറ്റ് ഉണ്ടാക്കാറുണ്ട്, മൈസൂർ പാക്ക്. ഇതൊക്കെ ഞങ്ങൾ ഇവിടെ ഇടയ്ക്ക് ഞാനായിരിക്കും ഉണ്ടാക്കുന്നത്, ഇടയ്ക്ക് എൻ്റെ കുക്സ് ആയിരിക്കും ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മളുടെ ഒരു ബ്രെഡ് ഹൽവ ഉണ്ട്, അതും ഹൈദരാബാദി ഒരു സ്പെഷ്യൽ ആണ്, അത് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. എല്ലാം നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത് തന്നെയാണ്, പുറത്തുനിന്ന് അങ്ങനെ. പിന്നെ ഹലീമ, അങ്ങനെ എന്തോ കുക്സിന് എപ്പോഴും ഫ്രം ആന്ധ്ര തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. എന്താന്ന് വെച്ചാല് അവരാണെങ്കിൽ മാത്രമേ അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഒരു ഹിന്ദിക്കാരന് കൊണ്ടുവന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു മലയാളീനെ നിർത്തിട്ടോ അത് കിട്ടില്ല. അപ്പോൾ കേരളത്തിനുള്ളിലിരുന്ന് നമ്മൾ കുറെ ആന്ധ്ര വിശേഷങ്ങൾ സംസാരിച്ചു. ആന്ധ്രയിലെ ഭക്ഷണം, ജീവിത രീതികള്, ആന്ധ്രയിൽ നിന്ന് വന്ന ശാരദാമ്മയെ പറ്റി, സിനിമ വിശേഷങ്ങൾ, അങ്ങനെ ഒരുപാട് സംസാരിച്ചു. ഇത്രയും നേരം എന്റെ കൂടെ S27 കൂടെ സമയം സ്പെൻഡ് ചെയ്തതിന് നന്ദി. താങ്ക് യു സോ മച്ച്.